ഹുസ്ക്വർണ ഈ സ്വീഡിഷ് ബ്രാൻഡിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആദ്യമായിട്ട് 250cc മോഡൽ സൈക്കിൾസ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ഇറക്കിയത്. അൺഫോർച്ചുനേറ്റ്ലി അതിന് വലിയ സെയിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഈവൻ ദോ അതിൻ്റെ റിവ്യൂസിന് ഒരുപാട് വ്യൂസ് ഉണ്ടായിട്ട് പോലും. ഇപ്പം ഹുസ്ക്വർണ സ്വാട്ട് പില്ലൻ 401 ഇറക്കിയിരിക്കുകയാണ്. വിത്ത് ഓൾ ന്യൂ റെട്രോ സ്റ്റൈലിംഗ്, ഒരു മോർ സ്ക്രാംബ്ലർ അപ്രോച്ച്, പിന്നെ ഡ്യൂക്ക് 390 എഞ്ചിൻ. ഇപ്പോഴത്തെ ഈ ഒരു ഹുസ്ക്വർണ ഈ പറയുന്ന സ്ക്രാംബ്ലറിനും ന്യൂ റെട്രോ സ്റ്റൈലിങ്ങിനും പിന്നെ ഹുസ്ക്വർണയുടെ ബേസിക് ക്യാരക്ടറിനും ജസ്റ്റിസ് ചെയ്യുന്നുണ്ടോ നോക്കാം. സോ വെൽക്കം ടു ദ റിവ്യൂ ഓഫ് ദ സ്വാട്ട് പില്ലൻ 401. പക്ഷേ ഡ്യൂക്ക് എഞ്ചിനുമായിട്ട് ഇതിനുള്ളൊരു വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂക്കിലില്ലാത്ത രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഇതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അതായത് ഫുൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, വണ്ടി കുറച്ചുകൂടി വലുതാണ്, പഴയ വണ്ടിയേക്കാളൊക്കെ ഭയങ്കര വലുതാണ്. പഴയ വണ്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരാജയത്തിന് ഒരു കാരണം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതിനകത്ത് ഞാൻ മിസ് ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹുസ്ക്വർണയുടെ ആ ഒരു എലിമെൻ്റാണ്. ഹുസ്ക്വർണയുടെ എലിമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് യൂട്യൂബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത് ഹുസ്ക്വർണയുടെ സ്വാട്ട് പില്ലൻ 401 ആണ്. ഏറ്റവും പുതിയ ബൈക്കാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ളത്. അപ്പോൾ ഹുസ്ക്വർണ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പണ്ട് നമുക്ക് 250 ആയിരുന്നു തന്നിരുന്നത്. അതായത് വിറ്റ് പില്ലൻ, സ്വാട്ട് പില്ലൻ, വൈറ്റ് ആരോ, ബ്ലാക്ക് ആരോ, അതാണ് ആ ബൈക്കിൻ്റെ അർത്ഥം. അപ്പം ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് സ്വാട്ട് പില്ലനാണ്. വിറ്റ് പില്ലൻ ഇപ്പം ഇല്ല 390cc. ബേസിക്കലി അവർ റീ എൻ്റർ ചെയ്തിരിക്കുകയാണ് മാർക്കറ്റ്. റീ എൻ്റർ ചെയ്തു എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 250ക്ക് വലിയ സെയിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ഞാനിട്ട് വീഡിയോസിനൊക്കെ ഒരുപാട് റീച്ചൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് കാണുകയുണ്ടായി, ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടായി. പക്ഷേ സെയിൽസിൻ്റെ കാര്യം വരുന്ന സമയത്ത് അത് അത്ര സെയിൽസ് ഉണ്ടാക്കിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 250 എന്ന് പറയുന്നത് വളരെ ഒരു റഫ് മോട്ടോർ സൈക്കിളായിരുന്നു. പിന്നെ റഫ് മാത്രമല്ല, വളരെ മിനിമലിസ്റ്റിക് ആയിട്ട്, വളരെ എന്താ പറയുക, ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഡ്യൂക്ക് ഓൺ ദ അതർ സൈഡ് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, കുറേ കൂടെ ഫ്ലാഷി ആയിട്ടുള്ള കളർ അങ്ങനെയൊക്കെയാണ്. ബട്ട് ലുക്ക് അറ്റ് ദിസ് ഹുസ്ക്വർണ മാൻ, എന്ത് നല്ല വണ്ടിയാണെന്ന് അറിയുമോ കാണാൻ വേണ്ടിയിട്ട്. ആ ഫ്രണ്ടിലുള്ള ആ ഒരു ഹെഡ്ലൈറ്റ് ഭയങ്കര രസമാണ് കാണാൻ. അതൊരു റിംഗ് ലൈറ്റ് പോലെയുള്ള ഒരു സാധനമാണ്. പൊതുവേ ഈ ഇൻസ്റ്റാഗ്രാമേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനമാണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. കാരണം നല്ല വലുപ്പമുണ്ട് ആ ഇൻഡിക്കേറ്റർ. ഫ്രണ്ട് ആ ഒരു ഹെഡ് സെക്ഷൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതായത് ഈ ഒരു സ്വീഡിഷ് കമ്പനിയുടെ ഒരു മോട്ടോ എന്ന് തന്നെ പറയുന്നത് വണ്ടി ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. അത് ഇത്തവണ അവർ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ടാങ്കിൻ്റെ സൈഡിൽ 401 എഴുതിയത്. ആകെ കൂടെ സ്വാട്ട് പില്ലൻ ആ ബാക്ക് സൈഡിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഹുസ്ക്വർണയുടെ ഒരു ലോഗോ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മഡ് ഗാർഡിൻ്റെ മേലെയായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. ട്യൂബ്ലെസ് അല്ല, ട്യൂബ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് വളരെ അത്ഭുതമായിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർലിയുടെ റാലി STR എന്ന് പറയുന്ന ടയർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതൊരു എക്സ്പെൻസീവ് ടയറാണ്, വളരെ ഗ്രിപ്പുള്ളൊരു ടയറാണ്. ഇതുപോലൊരു ടയറാണല്ല, റോഡിൽ പോകുന്നൊരു സമയത്താണ് ഗ്രിപ്പുള്ളൊരു ടയറായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ വേറെ പലയിടത്തും പല കോസ്റ്റ് കട്ടിങ്ങും ചെയ്തിട്ടാണ് ഈ ഒരു ടയർ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഈ വീഡിയോയിലകത്ത് ഞാൻ മെയിനായിട്ടും കവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വേർഷൻ ഹുസ്ക്വർണ കമ്പയർ ചെയ്യുന്ന സമയത്തും സ്പീഡ് 400 കമ്പയർ ചെയ്യുന്ന സമയത്തും ഡ്യൂക്ക് 390 കമ്പയർ ചെയ്യുന്ന സമയത്തും ഈ വണ്ടിക്ക് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞുതരാം. പിന്നെ ഈ വണ്ടിയുടെ അസറ്റ് റിവ്യൂ കൂടെ പറഞ്ഞുതരാം. നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ ഡ്യൂക്കിൻ്റെ സെയിം എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഡ്യൂക്കിൻ്റെ സെയിം എഞ്ചിൻ മാത്രമല്ല, കഴിഞ്ഞ തവണ നമുക്ക് ഡ്യൂക്കിൻ്റെ 250യുടെ എഞ്ചിനാണ് ഹുസ്ക്വർണയിൽ വന്നിരുന്നെങ്കിലും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു വണ്ടിയാണ്. ഇത്തവണ എനിക്ക് ആ ഒരു ഫീൽ കാണുന്നില്ല. ഡ്യൂക്ക് പറയുന്നത് അതേപോലെ തന്നെ ചെയ്യുന്നത്. സ്പ്രോക്കറ്റിംഗ് സെയിം ആണ്, എയർ ഇൻടേക്ക് സെയിം ആണ്, ട്യൂണിങ് സെയിം ആണ്, എല്ലാം സെയിം ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഡ്യൂക്ക് എങ്ങനെയാണ് പവർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പവർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. നമ്മൾ സ്കൂപ്പ് അപ്പ് ചെയ്തിട്ടുള്ളൊരു സീറ്റാണ്. അതായത് ഒരു ഓഫ് റോഡ് ബൈക്ക്, എൻഡ്യൂറോ ബൈക്കൊക്കെ പോലെയുള്ളൊരു സീറ്റാണ്. പണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹുസ്ക്വർണയുടെ ഒരു ഡിസൈൻ തന്നെ പറയുന്നത് ഒരു സ്ക്വയർ വരച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ പണ്ടത്തെ 250 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിൽക്കുമായിരുന്നു. അപ്പം ആ ഒരു സ്ക്വയറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടോളർ സീറ്റായിട്ട് കുറച്ച് വീൽ ബേസ് കുറഞ്ഞൊരു ബൈക്ക്, ഏർബൺ റൈഡിങ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് ഉണ്ടാക്കുന്നത്. ആ ഒരു ഏർബൺ റൈഡിങ്ങിന് പറ്റിയൊരു വണ്ടിയായിരുന്നു. സ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ആ ഒരു വണ്ടിക്ക് പല കാരണങ്ങളുകൊണ്ട് പരാജയപ്പെട്ടു. ആ വണ്ടി മോശമായിട്ടല്ല, പല കാരണങ്ങളുണ്ട്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ അതിന് വേണ്ടത്ര ഒരു റെക്കഗ്നീഷൻ കിട്ടാത്തതുകൊണ്ടും പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ റോഡ് കണ്ടീഷനും ഭയങ്കര ഡിഫറൻ്റ് ആണ്. യൂറോപ്യൻ റോഡ്സ് പോലെയല്ല നമ്മുടെ റോഡ്. ഏർബൺ റൈഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് പലതവണയും നമ്മൾ ഓഫ് റോഡിംഗ് ആണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഇവരിപ്പം പുതിയൊരു രീതിയിൽ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഷോർട്ടറാക്കി, വണ്ടി കുറച്ചുകൂടെ ലോങ്ങർ ആക്കി. അപ്പം സീറ്റ് ഹൈറ്റ് കുറച്ചൊന്ന് കുറഞ്ഞു. 820 mm സീറ്റ് ഹൈറ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്നെ പോലത്തെ ഒരാൾക്ക് രണ്ട് സൈഡ് ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഫുഡ് വരുന്നുണ്ട്. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, സീറ്റ് കുറച്ചുകൂടെ ഒന്ന് സ്കൂപ്ഡ് അപ്പ് ആണ്. അവിടെ നോക്കുകയാണെങ്കിൽ അത്രത്തോളം എന്താ പറയുക, ഒരു വൈഡ് ആയിട്ടുള്ളൊരു സീറ്റല്ല. പിന്നെ അത് മാത്രമല്ല റേ സസ്പെൻഷൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് സ്റ്റോക്ക് സിറ്റിങ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വണ്ടി ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് അതൊന്ന് ഷോർട്ടർ ആയത്. പിന്നെ അവർ വീൽ ബേസ് കൂട്ടി. ഇപ്പോൾ മൊത്തത്തിൽ ഒരു റെക്ടാങ്കിളിനകത്തിരിക്കുന്ന ഒരു ബൈക്ക് പോലെയാണ് തോന്നുന്നത്. പിന്നെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ 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 വൃത്തികെട്ട രീതിയിലുള്ള ഒരു ടെയിൽ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റിനെ കുറിച്ചിട്ടല്ല, ആ ഇൻഡിക്കേറ്ററും പിന്നെ ആ നമ്പർ പ്ലേറ്റ് ഒക്കെ വരുന്നത് നമ്മുടെ ഡ്യൂക്ക് 390 കണ്ടിട്ടുള്ള അതേപോലത്തെ സംഭവമാണ്. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ബൈക്കിനകത്ത് എല്ലാം ബ്യൂട്ടിഫുൾ ആണ് എക്സെപ്റ്റ് ദാറ്റ് തിങ്. ആദ്യം എടുത്ത് കെൻറ്റ് കളയെന്നൊക്കെ പറയുന്ന സാധനം അതാണ്.
അപ്പോൾ അതർവൈസ് ഭയങ്കര ലുക്കാണ് ഈ ഒരു വണ്ടി കാണാൻ. പിന്നെ ഈ ഒരു ടാങ്കൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഹുസ്ക്വർണയുടെ ഒരു ഐക്കോണിക് സിഗ്നേച്ചറാണ്. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ടാങ്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ വിരളമാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂക്കിനകത്തുള്ള അതേ സസ്പെൻഷനാണ് വരുന്നത്, അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വരുന്നത്. WBയുടെ 4 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ ആണ്. അതായത് ഒരു 4th സ്റ്റേജിൽ ഇടുന്ന സമയത്ത് അത്യാവശ്യം ടൈറ്ററാണ്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നി ഹൈ സ്പീഡൊക്കെ ഓടിക്കുന്ന സമയത്ത്. ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത്തവണ അത് വാക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്യൂക്കിൽ കണ്ടിട്ടുള്ള അതേ സ്വിച്ച് കേസാണ് രണ്ട് സൈഡിലുള്ള, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു നാവിഗേഷൻ ഫുൾ സിസ്റ്റം ആണുള്ളത്. അപ്പർ സൈഡുള്ളത് എഞ്ചിൻ കിൽ സ്വിച്ച് ആണുള്ളത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡാഷ് സിസ്റ്റം വന്നിരിക്കുന്നത് ഡ്യൂക്കിനാണെങ്കിലും ഹുസ്ക്വർണ അതിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് മൊത്തത്തിലൊരു യെല്ലോ, ഒരു ബ്ലൂയിഷ് വൈറ്റ്, അതാണ് ആക്ച്വലി ആ ഒരു സ്വീഡിഷ് കളർ. അപ്പോൾ അത് ഇതിനകത്ത് മൊത്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രീറ്റ് മോഡ് കാട്ടുന്നുണ്ട്. ഇതിന് റൈഡിംഗ് മോഡ്സ് ഇല്ല, ആക്ച്വലി സ്ട്രീറ്റ് മാത്രമേ ഉള്ളൂ, റൈഡിംഗ് മോഡ് മാറ്റാൻ. പിന്നെ സൂപ്പർ മോട്ടോ മോഡുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ സൈക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ റൈഡിംഗ് മോഡ്സ് മാറ്റാൻ പറ്റില്ല. പിന്നെ ABS നമുക്ക് സൂപ്പർ മോട്ടോ മോഡ് ഇടാം, അതായത് ബാക്ക് സൈഡിൽ ABS ഓഫ് ആയിരിക്കും. ഇപ്പോൾ ഞാനതൊന്ന് മാറ്റി റോഡ് മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. പിന്നെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, അതും ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. പിന്നെ ഇൻ്റർഫേസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഒരുവിധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. ഭയങ്കര ഭംഗിയാണ് ഈ ഒരു വണ്ടി കാണാൻ. ആക്ച്വലി അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത്. ലുക്ക് അറ്റ് ദാറ്റ്. ഓടിച്ച് നോക്കിയൊരു സമയത്ത് ഡ്യൂക്ക് 390 ഓടിക്കുന്നത് അതേപോലെയൊക്കെ തന്നെ ഉണ്ട്, എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഞാൻ ഹുസ്ക്വർണയാണ് ഓടിക്കുന്നത്. ഹുസ്ക്വർണയുടെ ആ ഒരു ഡിഫറെൻറ്റ് റൈഡിംഗ് സ്റ്റാൻസ് വന്നിട്ടുണ്ട്. അതർവൈസ് ഈ ഒരു ബൈക്ക് വളരെ സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഓടിക്കുമ്പോൾ സംസാരിക്കാം. അപ്പോൾ ഓടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു ഓപ്പൺ റോഡുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഡ്യൂക്ക് എങ്ങനെയാണ് പവർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഒരു തരി പോലും എനിക്ക് വ്യത്യാസം തോന്നുന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു എഞ്ചിൻ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4000 വരെ അങ്ങനെ ഭയങ്കര ഒരു ടോർക്കി ആയിട്ടുള്ള ഒരു ഫീലൊന്നുമില്ല. ഒരു നോർമൽ, അതായത് ഒരു ചെറിയൊരു ലാഗ് ഉള്ള പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന് റൈഡ് ബൈ ത്രോട്ടിലാണ് വരുന്നത്. ലോവർ RPMൽ ചെറിയൊരു ലാഗിയ ഒരു എഞ്ചിൻ എന്ന് പറയാം. പിന്നെ ഒരു 4 to 5K അല്ലെങ്കിൽ 4 to 6K RPMലാണ് ആ ഒരു പവർ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത്. അതിനുശേഷം ആക്ച്വലി നല്ല പവർ ഉണ്ട്. 6000 കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ തരുന്നുണ്ട് വണ്ടി, ജസ്റ്റ് ലൈക്ക് ഡ്യൂക്ക് എഞ്ചിൻ. പക്ഷേ ഡ്യൂക്ക് എഞ്ചിനുമായിട്ട് ഇതിനുള്ളൊരു വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂക്കിലില്ലാത്ത രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഇതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. അതായത് ഫുട് പെഗിലാണ് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ അറിയുന്നത്. പിന്നെ സീറ്റിൻ്റെ മുകളിലും കുറച്ച് വൈബ്രേഷൻ അറിയുന്നുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ അത്ര അറിയുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ ശബ്ദം ഭയങ്കര ഒരു ബ്രേക്കിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ ആക്ച്വലി ഹാർഡ് സെറ്റിംഗ്സിലേക്ക് ഇട്ടത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടോറിംഗ് സെറ്റിംഗിലേക്ക് ഇടാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് വൈബ്രേഷൻ കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തുള്ളൂ. അപ്പം എഞ്ചിൻ്റെ ഒരു ഫീഡ്ബാക്ക് അതാണ്. ഇനിയിപ്പോൾ സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഞാനിപ്പോൾ കുറച്ച് ഹാർഡായിട്ട് ഇട്ടതുകൊണ്ടാണ് കുറച്ച് ബമ്പി ആയിട്ടുള്ള റൈഡ് പോലെ തോന്നുന്നത്. പിന്നെ ബാക്കിലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം സോഫ്റ്ററാണ്. അപ്പം 2 പേര് ഇരിക്കുകയെന്ന് വിചാരിക്കുക, അതായത് വെയിറ്റുള്ള 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഗ്രൗണ്ട് ക്ലിയറൻസിനെ എഫക്റ്റ് ചെയ്യും. അതല്ല ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെന്നുണ്ട് നിങ്ങളുടെ ഒരു റൈഡറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 60 to 80 kg ആണെങ്കിൽ വലിയൊരു ഇഷ്യൂ അല്ല, നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്രത്തോളം എഫക്റ്റഡ് ആകുന്നില്ല. പക്ഷേ 2 പേര് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലും നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂസ് വരും എന്ന് എനിക്കൊരു ഫീൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് അത്യാവശ്യം പവർഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇന്നലെ ഒരു തവണ നമ്മൾ കണ്ടുള്ളൂ. അപ്പോൾ കാണുന്ന ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത് അത്യാവശ്യം ഒരു വിസിബിലിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ടയറിലേക്ക് നോക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് പെർലിയുടെ STR ആണ് വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ ഒരു ടയർ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പുള്ള ഒരു ടയറാണ്. ഈ ഒരു ടയർ എടുത്ത് ഞങ്ങൾ ഓഫ് റോഡ് പോയപ്പോൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഓഫ് റോഡിൽ കുറച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. വെറ്റായിട്ടുള്ള ഓഫ് റോഡ് കയറി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഫൈൽ ഒട്ടും നല്ലതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ റോഡ് യൂസിന് കുറേ കൂടെ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടയറാണ്. അതർവൈസ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇതൊരു ഓഫ് റോഡ് ബൈക്ക് പോലെയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സസ്പെൻഷൻ ട്രാവലും നോക്കുകയാണെങ്കിൽ ഇതൊരു ഓഫ് റോഡ് ബൈക്കിൻ്റെ ഒരു ട്രാവലല്ല. ഈവൻ ദോ ഈ ഒരു ബൈക്ക് സ്ക്രാംബ്ലർ ആയിട്ടാണ് ഇപ്പം ഹുസ്ക്വർണ ഒന്ന് പുഷ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രാംബ്ലേഴ്സിൻ്റെ രീതിയിലുള്ള ഒരു സസ്പെൻഷനും ആയിട്ടില്ല. അതായത് നോർമൽ സ്ട്രീറ്റ് ബൈക്ക് അതിലും കൂടുതൽ ട്രാവൽ ഉള്ളതാണ് സ്ക്രാംബ്ലേഴ്സ്, അതിലും കൂടുതൽ ട്രാവൽ ഉള്ളതായിരിക്കും നമ്മുടെ ഓഫ് റോഡ് ബൈക്സ്. അപ്പോൾ ഇത് സ്ട്രീറ്റ് ബൈക്കിൻ്റെ ഒരു സസ്പെൻഷൻ ട്രാവലേ ഇതിന് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ക്ലച്ച് ഫീൽ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്ററാണ്. സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. ക്ലച്ച് ഫീലിൽ കുഴപ്പമൊന്നുമില്ല. ഗിയർ ബോക്സ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പിയാണ്. പക്ഷേ ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല ഡ്യൂക്കിൽ പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ചെയിൻ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ ഷിഫ്റ്റിംഗ് കുറച്ചൊന്ന് ഹാർഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ക്വിക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. 1 and 2 ഭയങ്കര ഹിക്കപ്സ് കാണുന്നുണ്ട്. 2 and 3 ഓൾമോസ്റ്റ് 75% ഓഫ് ദ ടൈം വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ല, അതിന് മേലേക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പ് ഷിഫ്റ്റുകൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പ് ഷിഫ്റ്റ് മാത്രമാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ചെയിൻ മെയിൻ്റനൻസിൻ്റെ ഒരു പ്രശ്നമാവാം, അതല്ലെങ്കിൽ ഇതിൻ്റെ കാലിബ്രേഷൻ്റെ പ്രശ്നമാവാം.
ഇനി വണ്ടി ഓടിക്കാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് സ്പോർട്ടി ആയിട്ടാണ് നമ്മുടെ അപ്പർ ബോഡി, അതായത് ഇതാണ് നോർമൽ റൈഡിങ് സ്റ്റാൻസ് എങ്കിൽ കുറച്ചൊന്ന് സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊരു ഡിഫറെൻറ്റ് ഫീലാണ് ഡ്യൂക്ക് എന്ന് നോക്കുന്ന ഒരു സമയത്ത്. സ്പീഡ് 400 ഒക്കെ വെച്ച് പോകുമ്പോൾ ഭയങ്കര വ്യത്യാസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം കാല് അതായത് റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് റൂമും ഫീൽ ചെയ്യുന്നുണ്ട്. ടോളായിട്ടുള്ള ആൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല. പില്ലിയണ്ണ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത പില്ലിയണിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു 5'6" ആൾക്കാരാണെങ്കിൽ ഒരു 5'8" വരെ മാക്സിമം ഉള്ള ആൾക്കാർക്ക് പില്ലിയൺ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം സ്പേസും ഉണ്ട്. പഴയ ഹുസ്കോറിനെ പോലെയല്ല, ഇതിനകത്ത് കുറച്ചുകൂടെ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡറിന് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ടേക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് എർഗണോമിക്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ വൈഡാണ്, അതായത് ഈസി ആയിട്ടൊന്ന് സ്റ്റിയർ ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സമയത്ത് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പെട്ടെന്ന് നമുക്ക് ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നൊരു ബൈക്കാണ്. പക്ഷേ 250 ഹുസ്കോറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 250 ഹുസ്കോറിനാണ് കുറച്ചുകൂടെ ഫ്ലിക്കബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ചും കൂടെ ആ ഒരു ലോങ്ങർ ബൈക്കിൻ്റെ ഒരു ഫീൽ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 2.9 lakh എക്സ്ഷോറൂം ഡൽഹിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2.9 lakh എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൺ റോഡ് ഒരു 3.5 to 3.7 ഒക്കെ വരുമായിരിക്കും നമ്മുടെ കേരളത്തിൽ. ഇതൊരു സ്റ്റീൽ ഡീൽ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ സ്ക്രാംബ്ലർ 400 വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 20,000 എക്സ്പെൻസീവ് ആണ്. പിന്നെ ഡ്യൂക്ക് 390 വെച്ച് നോക്കുകയാണെങ്കിൽ 18,000 കുറവാണ്. അപ്പോൾ ഇതൊരു റൈറ്റ്ലി പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. പിന്നെ ഇതുപോലൊരു ലുക്കുള്ളൊരു ബൈക്ക് എന്ന് പറയുമ്പം ഇതിനെ ഞാൻ റൈറ്റ്ലി പ്രൈസ് എന്നാണ് പറയുക, ഓ പ്രൈസ്ഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മൈലേജ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഡ്യൂക്ക് 390 അതേ മൈലേജ് തന്നെയാണ്. അതായത് ഒരു 25 to 30 ആയിരിക്കും കിട്ടുക. സിറ്റിയിലൊക്കെ ഓടിക്കുന്ന ഒരു സമയത്ത് ഒരു 25 എക്സ്പെക്ട് ചെയ്യാം. ഹൈവേയിൽ ഒരു 80 to 100 പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 വരെയൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ടാങ്ക് റേഞ്ച് കൂടിയിട്ടുണ്ട്. അതായത് പഴയ 250 ഹുസ്കറിനകത്ത് 9 ലിറ്റർ ടാങ്ക് ആയിരുന്നു. അതായിരുന്നു ആ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും. അതായത് എപ്പോഴും ഫ്യൂൽ ചെയ്യണം, നമ്മൾ എപ്പോഴും നിർത്തണം എന്നുള്ളൊരു ഫീൽ വരും. ഇതിനകത്ത് 13 ലിറ്റർ ടാങ്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ടാങ്ക് റേഞ്ച് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയാം. ഹീറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ടിലേക്കൊക്കെ കുറച്ച് ഹീറ്റ് അടിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ബമ്പർ ടു ബമ്പർ ട്രാഫിക്, അതായത് ഇങ്ങനെയൊക്കെ ഓടിക്കുന്ന ഒരു സമയത്ത് കാലിൻ്റെ മുട്ടിലേക്കൊക്കെ കുറച്ച് ഹീറ്റ് അടിക്കുന്നുണ്ട്. ബേസിക് 390 ക്യാരക്ടർ, അതിൽ കൂടുതലായിട്ട് ഹീറ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ അൺയൂഷ്വലായിട്ട് എഞ്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഫ്യൂൽ പമ്പിൻ്റെ വർക്കിംഗ് ആണോ അതല്ല വേറെ ഹെഡിൻ്റെ സൈഡിൽ നിന്നാണോ എന്ന് മനസ്സിലാവുന്നില്ല. ബട്ട് അൺയൂഷ്വലായിട്ട് ചില ശബ്ദങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം എന്താണെന്ന് വേർതിരിച്ച് അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ നോയ്സി ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇനി ബാക്കി സർവീസ് ഇൻ്റർവെല്ലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി KTM ഒക്കെ പോകുന്ന പോലെ തന്നെ 1000 കിലോമീറ്റേഴ്സിലാണ് ഫസ്റ്റ് സർവീസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് വൺസ് ഇൻ 7,500 കിലോമീറ്റേഴ്സാണ് നമ്മൾ സർവീസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 3,000 to 4,000 rupees. ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വേർഡിക്റ്റിലേക്ക് വരാം. ഈ ഒരു ബൈക്ക് ഏത് സെഗ്മെൻറ്റ് പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പോഴും ഇതൊരു സ്ക്രാംബ്ലർ സെഗ്മെൻറ്റിലേക്ക് പെടുത്താൻ പറ്റിയ ഒരു ബൈക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ട്രീറ്റ് ബൈക്കാണ്, നല്ലൊരു സ്ട്രീറ്റ് ബൈക്കാണ്. ഭയങ്കര യുണീക്ക് ലുക്കിംഗ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇത് ശരിക്കും നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, വണ്ടി കുറച്ചുകൂടി വലുതാണ്. പഴയ വണ്ടിയേക്കാളൊക്കെ ഭയങ്കര വലുതാണ്. പഴയ വണ്ടിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരാജയത്തിന് ഒരു കാരണം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി അത്രത്തോളം സൈസുള്ളൊരു വണ്ടിയല്ല. അപ്പോൾ പലരും ഇരിക്കുന്ന ഒരു സമയത്ത് വണ്ടി ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈക്കിന് അത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. ഈ ബൈക്ക് കുറച്ചുകൂടെ ലോങ്ങറായിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ വണ്ടി കുറച്ചുകൂടെ ഒരു ബിഗർ ബൈക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ മിസ് ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹുസ്ക്വർണയുടെ ആ ഒരു എലിമെൻറ്റാണ്. ഹുസ്ക്വർണയുടെ എലിമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബൈക്ക്. അതായത് നമ്മളെ പഴയ 250 നോക്കുന്ന ഒരു സമയത്ത്, അതായത് 250 ഹുസ്ക്വർണയും 250 ഡ്യൂക്കും നോക്കുകയാണെങ്കിൽ 250 ഡ്യൂക്കൊന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു സെറ്റിങ്സിലായിരുന്നു ഹുസ്ക്വർണ 250 സ്വാട്ട് പില്ലനും വിറ്റ് പില്ലനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സ്പ്രോക്കറ്റ് വലുതായിരുന്നു. ഇതിനിപ്പം ഡ്യൂക്കിൻ്റെ അതേ സ്പ്രോക്കറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡ്യൂക്കിൻ്റെ എഞ്ചിൻ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ബൈക്ക് ഇറക്കുന്ന ഒരു സമയത്ത് അവരുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു സിഗ്നേച്ചർ ഇടാൻ വേണ്ടിയിട്ട് എഞ്ചിൻ സൈഡിൽ നിന്ന് ട്യൂണിങ് മാറ്റായിരുന്നു, സ്പ്രോക്കറ്റിംഗ് മാറ്റായിരുന്നു, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് എക്സാക്ട്ലി ഡ്യൂക്ക് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എലിമെൻറ്റ് ഓഫ് ഹുസ്ക്വർണ എന്ന് പറയുന്നത് ഇതിനകത്ത് കാണുന്നില്ല. അതർവൈസ് ബൈക്ക് ഭയങ്കര ഈസി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഇനിയിപ്പോൾ ഹൈവേയിൽ ഓടിക്കുന്ന ഒരു സമയത്തും ഒരു 100 to 120 നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓടിക്കാം. ഞാൻ പറഞ്ഞ ആ ഒരു വൈബ്രേഷൻ ഇഷ്യൂ ഉണ്ട്. ബൂട്ടിട്ട് എന്തായാലും ഓടിക്കണം. ഞാൻ ബൂട്ടിട്ടിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നതും. ബൂട്ടിട്ട് ഓടിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ വൈബ്രേഷൻ അറിയുന്നുണ്ട്. അപ്പം ഹൈവേ ടൂറിങ്ങിനൊക്കെ പോകുന്നൊരു സമയത്ത് വളരെ നല്ലൊരു ടൂറിങ് ബൈക്കാണ്. ഓവർ കമ്മിറ്റഡ് ആയിട്ടുള്ള ബൈക്കൊന്നുമല്ല. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിനൊക്കെ പറ്റിയൊരു ബൈക്കാണ്. പിന്നെ ഓഫ് റോഡിന് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കറക്റ്റ് റൈഡിങ് പോസ്റ്ററില്ല. ഫുഡ് പെഗിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു തീർച്ചയായിട്ടും നല്ലൊരു റൈഡിങ് പോസ്റ്ററില്ല. ഹാൻഡ് ബാർ കുറച്ചുകൂടെ മുകളിലേക്ക് വരണം. അതുമാത്രമല്ല ഈ ഒരു കൈൻഡ് ഓഫ് സെറ്റപ്പേ അതിനുള്ളൊരു സംഭവമല്ല എന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ സിറ്റിയിലേക്ക് വേണ്ട ഒരു വളരെ നല്ലൊരു മിനിമലിസ്റ്റിക് ആയിട്ട് പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു ബൈക്ക് എന്നാണ് പറയാം. പിന്നെ പറഞ്ഞ പോലെ തന്നെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഡീസൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സ്റ്റീൽ ഡീൽ എന്നും പറയല്ല, എന്നാൽ ഓവർ പ്രൈസ് എന്നും പറയല്ല. അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ സ്വാട്ട് പില്ലൻ 401 വിശേഷം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ മുകളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.
കറക്റ്റ് ഇതുപോലത്തെ റോഡിൽ ഓടാൻ പറ്റിയത് തന്നെ. അതായത് കൊണർ വരുമ്പോൾ കൊണർ എടുക്കുക, കുഴി വരുമ്പോൾ ചാടിച്ചെടുക്കുക. മല കണ്ടാൽ പൊക്കുക, കര കണ്ടാൽ താക്കുക.